ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അസഭ്യ പരാമർശവുമായി MM മണി. മുൻ MP PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട്. നാടൻ പ്രയോഗമെന്ന പേരിൽ MM മണി പറയുന്ന അസഭ്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയെന്ന് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. MM മണിയെ നിയന്ത്രിക്കാൻ CPIM തയ്യാറാകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ തൂക്കുപാലത്ത് അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലാണ് MM മണിയുടെ ഈ വിവാദ പരാമർശം. ഇനിയും വന്നിരിക്കുക, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താന്നും പറഞ്ഞു നന്നായി ഒലത്തേക്കുള്ളൂ, നന്നാ പോകുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു, പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? നാടൻ പ്രയോഗം എന്ന പേരിൽ MM മണി പറയുന്ന അധിക്ഷേപ പരാമർശങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണെന്നും സാംസ്കാരിക നായകരും മാധ്യമങ്ങളും MM മണിക്ക് വിശുദ്ധ പദവി നൽകുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MM മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. BJP നേതാക്കളുമായുള്ള CPIM നേതാക്കളുടെ ബിസിനസ് ബന്ധം ചർച്ചയാകാതിരിക്കാൻ MM മണിയെ കൊണ്ട് മുഖ്യമന്ത്രി ഓരോന്ന് പറയിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ്, അതാണ് ചർച്ചയിൽ. ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് പണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിൻ്റെ മുമ്പിലേക്ക് ചില പ്രമാണിമാർ കള്ളുകൊടുത്ത ആളായിരിക്കും, ചട്ടമ്പികളെ, അവരവരുടെ വീടിന് മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും. അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. MM മണിയുടെ അധിക്ഷേപ പരാമർശത്തിൽ പരാതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചു വരികയാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.